ഹായ് അസ്സലാമു അലൈക്കും. ഭയങ്കര കുന്നേറ്റാ. നമ്മൾ ഈ ചുരത്തിൽ മക്കാമിലേക്ക് പോവുകയാണ്. വയനാട് അടിവാരം. ഓക്കെ, എൻ്റെ അമ്മ കിതച്ചു പോവും. എനിക്ക് തോന്നുന്നു നോർമലി നല്ല ഒരു ഹെൽത്തുള്ളതൊക്കെ ഇവിടെ ഫുള്ളായിട്ട് കയറാൻ പറ്റും. വലിയ പിന്നെ വണ്ടികൾ ശരിക്കും അവിടെ അലൗഡ് ചെയ്യുന്നില്ല. ബട്ട് ആൾക്കാർക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. എത്താറായി. ഒരുപാട് കുരങ്ങുകൾ, എനിക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇതിൻ്റെ എഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെറുത്തി. അൽഹംദുലില്ലാ, എൻ്റെ ജോലി സ്ഥലത്തിന് നമ്മുടെ ഓഫീസിനടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത്, ഈ ഒരു മക്കാമ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് അൽഹംദുലില്ലാ ഇവിടം വരെ എത്താൻ പറ്റി. വയനാട് യാത്രകൾ നമുക്ക് തരുന്ന ഒരു മാനസിക സന്തോഷം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കേട്ടോ. കാരണം വളരെ രസകരമായിട്ടുള്ള ഒരു കോടമഞ്ഞും ഒരുപാട് ചീവീടുകൾ, അല്ലെങ്കിൽ ഒരു കാട്ടിലെ ആ ഒരു ചീവീടുകളുടെ ശബ്ദവും അതുപോലെ തന്നെ പിന്നെ വന്യമൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു രസകരമായ കാഴ്ചയായിരിക്കും ഈ വയനാട് യാത്ര നമുക്ക് തരിക. വയനാട് യാത്ര ചെയ്യാത്തവർ എന്തായാലും ഒന്ന് വയനാട് യാത്ര ചെയ്യുക. അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആ പ്രഭാത സമയത്ത് യാത്ര ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആ കോടമഞ്ഞും അതിൻ്റെ ഫീലൊക്കെ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുത്തും. ഈ കുരങ്ങ് വന്നിട്ടുള്ളത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബൈക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, അതിലൊന്നും ഇല്ല. പിന്നെ ആള് താഴേക്ക് ചാടിയിട്ട് പോയി. പിന്നെ ആ സമയത്താണ് സൂര്യോദയം കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം പിന്നെ പറയും വേണ്ട. നമ്മുടെ ഒരു മുഖത്തടിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഊർജ്ജമാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചിട്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി. യാത്രയിൽ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്, പക്ഷെ എന്നിട്ടും എനിക്ക് തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് ഒരു മനുഷ്യൻ പിന്നെ ഒരു ചാക്കിൽ പ്ലാസ്റ്റിക്കായിട്ട് പൊറുക്കിയിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. സാധാ ഒരു ഷർട്ടും പാൻറ്റും. എനിക്ക് തോന്നുന്നത് ആ ഒരു തണുപ്പത്ത് എങ്ങനെയാണ് ആ മനുഷ്യൻ അതിൽ പിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്കാണെങ്കിൽ കാലിന് ഒരു സ്ട്രോക്ക് പോലെ എന്തോ ഒരു അസുഖം ഉണ്ടായിരുന്നു നടത്തത്തിനൊക്കെ. പക്ഷെ ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ അദ്ദേഹം വലിയൊരു പിന്നെ ഒരു മിസ്റ്റിക്, ഒരു സൂഫി പാതയിലുള്ള വലിയൊരു മനുഷ്യനാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ അവരോട് സംസാരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് യാത്രയായത്. അൽഹംദുലില്ലാ, ഇതാണ് കേട്ടോ മക്കാമ്. ഈ ഒരു മക്കാമിൻ്റെ അകത്ത് ആരാണ് അന്തരീക്ഷം കൊള്ളുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അറിവുള്ള കാര്യം, CM വലിയുള്ളായി നക്ഷബന്ദിയ ഖദ്ദസുല്ലാഹു സർവ്വ മഹാനവറുകൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഗുഹയ്ക്കകത്ത് ഇബാദത്തിൽ മുഴുകിയിട്ടുണ്ടായിരുന്നു. ഇബാദത്ത് അതല്ലെങ്കിൽ റിയാദ, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയേണ്ടി വരും. ഞാനതിനെക്കുറിച്ച് വലിയ അറിവുള്ളവനല്ല. എന്നാലും റിയാദ എന്താണ് എന്നൊക്കെ പിന്നെ ആരെങ്കിലും അറിവുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പള്ളിയാട്ടോ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതിനകത്ത് സൗകര്യമുണ്ട്. ഞാൻ പള്ളിയുടെ അകത്തുനിന്ന് സമാധാനമായിട്ട് നമസ്കരിച്ചു. പിന്നെ ആ ജനാലയിലൂടെ കാണുന്നതും വയനാടൻ കുന്നുകളാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന പാറയുടെ ഗുഹയുടെ മുകൾ ഭാഗമാണത്. നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്നത് ഈ ഗുഹയുടെ മുകൾ ഭാഗത്താണ്. ഇതിന് നേരെ താഴെയാണ് ഷെയ്ഖ് CM വലിയുള്ളായ നക്ഷബന്ദിയ ഖദ്ദസുല്ലാഹു സർവ്വ മഹാനവറുകൾ ഈ ഭാഗത്ത് എടുത്തെന്നാണ് പറയുന്നത്, റിയാദ എടുത്തു എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേകതരം ചീവീടുകളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കട്ടെ, അത് അതിമനോഹരമാണ്. അവർ സിക്ർ ചെല്ലുന്നത് പോലെ ഒരു ഫീലാണ്, ദൈവസ്മരണ ചെയ്യുന്നത് പോലെയുള്ളൊരു ഫീലാണ് ആ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ. പ്രഭാത സമയത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈവനിങ് സമയത്താണെങ്കിൽ അതിമനോഹരമായിരിക്കും ആ ശബ്ദം കേട്ടിട്ട് പിന്നെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാനിപ്പോൾ സൂര്യാസ്തമയം ആ സമയമാണ്, അപ്പോൾ സൂര്യനെ ആ ഭാഗത്ത് ശരിക്കും കാണാം. ഞാനത് നന്നായിട്ട് ആസ്വദിച്ചു. ഓഫീസിൽ നിന്ന് ലീവായതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടൊന്ന് ഇവിടെ വന്ന് ചേർന്നതാണ്. പിന്നീട് ആ ഗുഹക്കകത്തും കുറച്ച് സമയം ചിലവഴിക്കണമെന്ന് തോന്നി. പിന്നീട് ഈ കാടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് അങ്ങനെ നിന്നു.
ഈ ഒരു സ്ഥലം തന്നെ ഭയങ്കരമായ അത്ഭുതമായിട്ട് ഒരു പ്രത്യേകതരം പാറകൾ അവിടെ ഒരു സെക്യൂർഡായിട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതെന്നെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ അതിലേക്ക് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഷെയ്ഖ് മുരീദായ നക്ഷബന്ദിയ ഖുദ്ദുസുല്ലാഹു മഹാനവറുകൾ പിന്നെ ഈ പാദത്തിൽ അല്ലെങ്കിൽ റിയാദയിൽ മുഴുകിയ സ്ഥലമാണ്. ഇത് ഗുഹയുടെ അകത്തേക്കാണ്. വിശാലമായ ഗുഹയാണ്. നമുക്ക് നിവർന്ന് നടക്കാൻ പറ്റില്ല. വളരെ എളിമയോടുകൂടി കുനിഞ്ഞ് നടക്കേണ്ടി വരും ഈ അകത്തേക്ക്. ഇതെനിക്കൊന്ന് പ്ലാസ്റ്റിക് ഇട്ടത് ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞാൻ നിലത്ത് കുറേ സമയം ഇരുന്നു. നല്ല റാഹത്താണ്. അങ്ങനെ നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയാണ്. അൽഹംദുലില്ലാ ഓരോ കയറ്റത്തിനും പിന്നെ ഒരു ഇറക്കുണ്ട്, അല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടുകൾക്കും പിന്നീട് വലിയ ആശ്വാസം ഉണ്ട് എന്നതിനുള്ള ഒരു തെളിവാണ് ഈ കുന്നിറക്കം. കുന്നു കയറുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടായ എല്ലാ ആദ്യം വ്യാധിയൊക്കെ മാറി നമ്മൾ സന്തോഷത്തോടു കൂടി സൂഫി മക്കാമിനോട് ഇവിടെ പറഞ്ഞിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഭയങ്കര ശാന്തിയാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഷെയ്ഖ് വലിയുള്ള നക്ഷബന്ദിയ ഖുദ്ദുസുല്ലാഹു മഹാനവരുടെ സ്മരണ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന സൂഫി ഷെയ്ഖിൻ്റെയും അങ്ങനെ അവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴുള്ള രസകരമായ കാഴ്ചയാണ്. അതിനോട് ചേർന്ന് ഒരുപാട് കുരങ്ങുകളൊക്കെ കാണാം. പിന്നെ എന്താണ് ഈ ഒരു മുള അല്ലെങ്കിൽ ഈറ്റ പോലത്തെ ഒരു മരം രസകരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മുടെ ഈ ഫോണിൽ കാണുന്ന കാഴ്ചയൊന്നുമല്ല കേട്ടോ. വളരെ രസകരമായിരിക്കും ആ യാത്ര. പക്ഷേ ഈ കുന്ന് കയറണമെങ്കിൽ നല്ല അല്പം ആരോഗ്യം വേണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബൈക്കോ കാറൊക്കെ അതിന് മുകളിലേക്ക് കയറും. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു നടക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. പിന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നേരെ ഈ കുന്നിറങ്ങി കഴിഞ്ഞാൽ ചുരത്തോട് ചേർന്ന് തന്നെ റോഡിനോട് ചേർന്ന് തന്നെ ഒരുപാട് കടകളുണ്ട്. അതും രസകരമായ ഭക്ഷണങ്ങൾ കേട്ടോ. അവിടെ പ്രത്യേകിച്ച് കാടമുട്ടയും അതുപോലെ നമ്മുടെ പിന്നെ സ്ത്രീകളെയൊക്കെ കണ്ട് ഒരുപാട് അവർ ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ട് മാഷാ അല്ലാഹ് അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ഞാനിപ്പോൾ വന്നത് ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വന്നത്. തൊട്ട് 2 ദിവസം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മിസ്റ്റിക് അല്ലെങ്കിൽ ആ സൂഫി മനുഷ്യൻ പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കാണാനും കൂടി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. അന്നൊരു കാഴ്ചയെ കാണാൻ പറ്റിയിട്ടുള്ളൂ. അവരെ എനിക്കൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു കേട്ടോ. അവരുടെ ആ സംസാരങ്ങളും പിന്നെ എന്താ പറയുക അവരുടെ ആ ഷർട്ടും ആ ഒരു പാൻറ്റും ഇട്ടിട്ട് അവരെങ്ങനെയാണ് കയ്യിലൊരു ചാക്ക് ഇട്ടിട്ട് ആ കൊടും തണുപ്പിൽ ആ മഞ്ഞിൽ എങ്ങനെയാണ് അവർ നടന്നു വരുന്നത് എന്നെനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യൻ. പക്ഷെ അറിവിൻ്റെ കൂടാരായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു സമയത്ത് എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ എന്തെങ്കിലും അവരെയൊക്കെ നമ്മൾ പിന്നെ കണ്ട് മുട്ടട്ടെ. നല്ല രീതിയിൽ അവരെയൊക്കെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കട്ടെ. നമ്മളിപ്പോൾ കാണുന്നത് വയനാടൻ കുന്നുകളാണ്. അതിമനോഹരമാണ് ആ കാഴ്ച. ഇതിനോട് ചേർന്നൊക്കെ 2-3 വീടൊക്കെ അടുത്തടുത്തായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ എങ്ങനെയാണ് ഈ ഡെയിലി കുന്ന് കയറുന്നതെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. എനിക്കൊന്ന് അവർ ഡെയിലി കയറുന്നത് കൊണ്ട് അവർക്ക് ഓക്കെ ആയിരിക്കും. നമ്മുടെ ബൈക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നതാണ് കവാടം. നമ്മളിപ്പോൾ ഇത് വയനാട്, ഇതാണ് താമരശ്ശേരി ചുരം. ഈ ഒരു ചുരത്തിനോട് ചേർന്ന് തന്നെയാണ് ഒരുപാട് കടകളും കച്ചവടങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു ചായ വാങ്ങിയിട്ട് പിന്നെ ഇവിടെ പോയി ഇരുന്നു. വയനാടൻ കുന്നുകൾ നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന് ഒരു ചായ കുടിക്കുന്ന ഒരു വൈബ് ഏത് ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയാലും നമുക്ക് ആ ഫീൽ കിട്ടില്ല. അങ്ങനെ അതും എൻജോയ്മെൻ്റ് ചെയ്തു. പിന്നെ കുറച്ചു അവിടെ ഇരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ നമ്മുടെ താമസ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ നല്ലൊരു പിന്നെ ചെമ്പുകടവ് വെള്ളച്ചാട്ടം എന്നാണ് അതിന് പറയാം. അപ്പോൾ അവിടെ പോയിട്ട് നന്നായിട്ട് കുളിച്ചു. ഞാൻ സ്ഥിരമായിട്ട് അധികമായിട്ടും പ്രഭാതത്തിൽ രാവിലെ വന്നിട്ട് ഇവിടെ പിന്നെ നന്നായിട്ട് കുളിച്ചതിന് ശേഷമാണ് ഓഫീസിൽ പോകാറ്. അത് നല്ല രസമാണ് ഇവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്.
രാവിലെ ഇവിടെ നീന്തുമ്പോൾ പക്ഷികൾ ഒരു പ്രത്യേക ശബ്ദം കേട്ടോ, ഒരു പ്രത്യേകതരം കാട്ടിലുണ്ടാകുന്ന ഒരു പക്ഷി. നമ്മുടെ നാട്ടിലെ പക്ഷിയുടെ സൗണ്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ആറളം കണ്ണൂരിലെ ആറളം വന്യജീവി സംഘത്തിലൊക്കെ പോകുമ്പോൾ ആ ഒരു ശബ്ദം കേൾക്കാറുണ്ട്. അത് ഇവിടുന്ന് ശരിക്കും കേൾക്കാം. ഉദ്ഘാടനമാണ് തോന്നുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലാട്ടോ. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതൊന്നുമല്ല. ഇതിപ്പോൾ നമ്മുടെ വെള്ളം ഡിസംബർ ആകുമ്പോൾ പൊതുവെ ജലാശയങ്ങളിലൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇതൊന്നുമല്ല, വലിയൊരു വെള്ളച്ചാട്ടം. എന്ത് രസമാണ് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു മനോഹാരിത. അങ്ങനെ കാടിനോടും പ്രകൃതിയോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞിട്ട്, അതുപോലെ നമ്മുടെ മർക്കസ് നോളേജ് സിറ്റി, പിന്നെ ഇതിനകത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോസിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.